ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും HS ക്രിയേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുവിധം എല്ലാ കേക്കിനും ബേസിക്കായി ഉപയോഗിക്കാൻ പറ്റുന്ന വനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണിത്. പിന്നെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ ഓവനും ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരം മിക്സിയും സ്റ്റൗവാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളേ ആവശ്യമുള്ളൂ. അതൊന്ന് കേക്ക് ഫ്ലോറാണ്, പിന്നെ ഷുഗർ, എഗ്ഗ്, ഓയിൽ, പിന്നെ കുറച്ച് മിൽക്ക്. ഇത്രയും സാധനങ്ങൾ മതിയാവും. അപ്പോൾ ഈ കേക്ക് ഫ്ലോർ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് പോയി നോക്കിയാൽ എങ്ങനെയാണെന്ന് മനസ്സിലാകും. അതിന് വേണ്ട സാധനങ്ങൾ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് സാൾട്ട്. ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ കുറച്ച് കോൺഫ്ലവറും. അപ്പോൾ അത് നോക്കിയാൽ എങ്ങനെയാണ് കേക്ക് ഫ്ലോർ ഉണ്ടാക്കുകയെന്ന് മനസ്സിലാകും. നമ്മളിപ്പോൾ ഏത് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും അതിനെടുക്കുന്ന സാധനങ്ങളുടെ അളവ് കറക്റ്റായിരിക്കണം. എങ്കിൽ മാത്രമേ കേക്ക് നന്നായി പൊങ്ങി വരികയും സ്പോഞ്ചി ആവുകയുള്ളൂ. പിന്നെ ഇതിനുപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച എഗ്ഗാണ് കേക്കിന് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ച് തണുപ്പ് പോകാൻ അനുവദിക്കുക. അപ്പോൾ ഞാനിതിന് ആവശ്യമായിട്ട് എല്ലാ സാധനങ്ങളും കറക്റ്റ് അളവിൽ അളന്നെടുത്തിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം വേണ്ടത് ഇതിൽ എഗ്ഗും പഞ്ചസാരയും ഓയിലും കൂടി നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ നനവുണ്ടെങ്കിൽ ഒരു ഉണങ്ങിയ ടവൽ കൊണ്ട് വെള്ളം തുടച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 എഗ്ഗും 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് ഹൈ സ്പീഡിൽ നന്നായി 5 മിനിറ്റെങ്കിലും അടിച്ചെടുക്കാം. അപ്പോൾ ഈ എഗ്ഗും പഞ്ചസാര നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അളന്ന് വെച്ച ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഈ ഓയിൽ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മിക്സി ഓണാക്കി ഓഫാക്കി അങ്ങനെ 3 പ്രാവശ്യം ചെയ്താൽ മതി. എന്നിട്ട് ഈ ബാറ്റർ ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ എഗ് ബാറ്ററിലേക്ക് കേക്ക് ഫ്ലോറിനെ കുറേശ്ശെ ആയിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ കേക്ക് ഫ്ലോർ മിക്സ് ചെയ്യുന്ന സമയത്ത് ബാറ്റർ തിക്കാകുന്നതിനനുസരിച്ച് അളന്ന് വെച്ച മിൽക്കിൽ നിന്ന് സ്പൂൺ എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ 30 ml മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പകുതി ഇതിൽ ആവശ്യമായിട്ടുള്ളൂ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പാത്രത്തിൻ്റെ സൈഡിൽ കയറിയ മാവൊക്കെ നന്നായിട്ട് താഴേക്ക് ആക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലാണ് ഈ കേക്കിൻ്റെ ബാറ്റർ വേണ്ടത് കേട്ടോ.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പാത്രത്തിൽ നനവുണ്ടെങ്കിൽ ഉണങ്ങിയ തുണി കൊണ്ട് ശരിക്ക് തുടച്ചെടുത്തതിന് ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായി പാനിലേക്ക് കേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പാനൊന്ന് ചെറുതായിട്ട് തട്ടി ഇളക്കിയതിന് ശേഷം വേഗം മൂടി വെച്ച് സ്റ്റൗവിൽ വെക്കാം. ഇനി സ്റ്റൗ ഓണാക്കി ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റും ബാക്കി 35 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴിത് 30-40 മിനിറ്റാണ് കറക്റ്റ് വേവിക്കാൻ എടുക്കുന്ന ടൈം. അപ്പോൾ 30 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് മൂടി തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ക്ലിയർ ആണെങ്കിൽ മാവ് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ ഒന്നും കൂടി ഒരു 10 മിനിറ്റും കൂടി മൂടി വെച്ചാൽ മതി, ലോ ഫ്ലെയിമിൽ തന്നെ. ഈ 30 മിനിറ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ പാന് തുറന്ന് നോക്കുകയോ ഇളക്കി നോക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ടെമ്പറേച്ചറിൽ മാറ്റം വരും. അപ്പോൾ അത് കേക്ക് കറക്റ്റായി കിട്ടില്ല. ഇതിൽ രണ്ടാമത്തെ കേക്കിൻ്റെ താഴ്ഭാഗം ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കളറ് വരില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഞാനിങ്ങനെ 2 കേക്ക് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ മുറിച്ച് കഴിക്കാനും ടേസ്റ്റാണ്. അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് പല രീതിയിലും പല കളറിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് മാറ്റങ്ങൾ വരുത്താം. വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു ബേസിക് ഇതാണ്, ഈ സ്പഞ്ച് കേക്കാണ്. ഈ പാന് നന്നായി തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്കോ ഒരു റാക്കിലേക്കോ മാറ്റിയെടുത്തിട്ട് നന്നായി ചൂടാറാൻ അനുവദിക്കണം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുകയോ ഡിസൈൻ ചെയ്യുകയോ ചെയ്യാം. ഞാൻ ഈ കേക്കിനെ ഇങ്ങനെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തെടുത്തു കേട്ടോ. അതിനു വേണ്ടി വിപ്പിംഗ് ക്രീമും കാഷ്യൂ നട്ട്സും ഡെസിക്കേറ്റഡ് കോക്കനട്ടും പിങ്ക് കളറുമാണ് ഉപയോഗിച്ചത്. അങ്ങനെ ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ താഴെ കമൻ്റായിട്ട് എഴുതി പറയുക. പിന്നെ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോകളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും വരാം. Have a nice day. Bye bye.